കിൽ സിനിമ ഇറങ്ങി അന്ന് തൊട്ട് കാണണമെന്ന് വിചാരിച്ചൊരു സിനിമയായിരുന്നു. പക്ഷെ അതിന് നല്ല റേറ്റിംഗ് കിട്ടിയതുകൊണ്ട് അടുത്തുള്ള സ്ക്രീനിലൊന്നും ഇതുണ്ടായിരുന്നില്ല. ആ ലിമിറ്റഡ് സ്ക്രീനിൽ ആദ്യം ഒരാഴ്ച ഉണ്ടായിരുന്നു. പിന്നീടാണ് നമ്മുടെ അടുത്തുള്ള തിയേറ്ററിലൊക്കെ വന്നത്. സിനിമ കണ്ടു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള അഭിപ്രായമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത്. സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒന്നൊന്നര സിനിമ. ഈ അടുത്ത കാലത്ത് നിന്ന് ഇത്രയും ആക്ഷൻ ബേസ്ഡായ സിനിമയൊന്നും കണ്ടിട്ടില്ല. ഇവൻ ജോൺ വിക്കിലോ നമ്മുടെ ഏറ്റവും മോസ്റ്റ് വയലൻറ്റ് സിനിമ എന്ന് പറഞ്ഞു വന്ന അനിമലിലോ പോലും ഇത്രയ്ക്ക് വയലൻസിനുള്ള ഇത് കൊടുത്തിട്ടില്ല എന്ന് വേണം പറയാം. ആ ലെവലിലാണ് ഇതിൽ ഓരോ ഫൈറ്റ് സീൻസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം ഇതിൽ കഥയെപ്പറ്റി ഒന്ന് പറയാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. നമ്മുടെ കഥാനായകൻ നമ്മുടെ നായികയെ കാണാൻ വേണ്ടി ട്രെയിൻ കയറി പോകുന്നതും പിന്നീട് ആ ട്രെയിനിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമയുടെ മൊത്തം സ്റ്റോറി ലൈൻ എന്ന് പറഞ്ഞാൽ ഉള്ളത്. ഇതിൽ മൊത്തം സ്റ്റോറി നടക്കുന്ന ഒരു ട്രെയിനിൻ്റെ കുറച്ച് കമ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ആ ലിമിറ്റഡ് സ്പേസിനുള്ള തന്നെ ഇവർ ഫുൾ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങളും ആക്ഷൻ സീക്വൻസൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഈ പടം തുടങ്ങി ആദ്യം ഒരു 20 മിനിറ്റ് നമുക്ക് സ്റ്റോറിയിലേക്ക് എത്തിക്കാനുള്ള സമയമാണ്. നായകനാരാണ്, എന്തിനു വേണ്ടി എന്ത് ചെയ്യുന്നു, എങ്ങനെ ഇവിടെ എത്തിപ്പെടുന്നു എന്നുള്ള രീതിക്കൊക്കെ 20 മിനിറ്റ് പറഞ്ഞ ശേഷം പിന്നീട് അങ്ങോട്ടുള്ള 1.5 മണിക്കൂർ ഫുൾ ഓൺ ഒരു അഡ്രിനാൽ റഷ് എന്ന് തന്നെ പറയാൻ പറ്റും. അമ്മാതിരി അഡ്രിനാൽ റഷ്. സ്ക്രീൻ പ്ലേ ഒക്കെ വേറെ ലെവലായിട്ട് ചെയ്ത്. സ്ക്രീൻ പ്ലേ, ഡയറക്ഷൻ, സിനിമാറ്റോഗ്രാഫി, സ്റ്റണ്ട് സീക്വൻസ്, അങ്ങനെ എല്ലാ മേഖലയിലും ടോപ്പ് നോച്ച് വർക്കാണ് ഈ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. നായകൻ്റെ പെർഫോമൻസും വില്ലൻ്റെ പെർഫോമൻസും ഇതിൽ എടുത്ത് പറയേണ്ടത്. രണ്ടുപേരുമാണ് സിനിമേനെ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ബാക്കിയുള്ള ക്യാരക്ടർ, നായികയായാലും ബാക്കി എല്ലാ ക്യാരക്ടറും അവർ പെർഫോമൻസൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. എന്നാലും സിനിമയെ തൂക്കി അവസാനം വരെ കൊണ്ടുപോയി എന്ന് പറഞ്ഞ നായകനും വില്ലൻ്റെ ക്യാരക്ടറുമാണ്. ഇതിലൊരു പൊടിക്ക് കൂടുതൽ സ്കോർ ചെയ്തത് വില്ലൻ തന്നെയാണ്, അത് പറയാണ്ടിരിക്കാൻ വയ്യ. ഇത് കാണുന്ന പ്രേക്ഷകർക്ക് തന്നെ ആ വില്ലനെ കൈ കിട്ടിയ 2 പൊട്ടിക്കാൻ തോന്നും. പുള്ളിയുടെ ആറ്റിറ്റ്യൂഡും ചെയ്തു കൂട്ടുന്ന കുറേ കാര്യങ്ങളും അത് ചെയ്ത ആക്ടറും അത് നല്ല രീതിയിൽ തന്നെ അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വില്ലന്മാരനെ ഓരോരുത്തരായി നമ്മുടെ നായകൻ തീർക്കുമ്പോൾ നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മുടെ ഹോളിവുഡിൽ റെയ്ഡ് എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട്, അത് കണ്ടവർക്കറിയാം. ആ ഒരു റേഞ്ചിലാണ് ഈ സിനിമ എടുത്തു വെച്ചത്. പിന്നെ ബാക്കിയുള്ള എല്ലാ ക്യാരക്ടറും അവരവരുടെ വെറുതെ ഒരു ക്യാരക്ടർ ഇതിൽ വെറുതെ വന്ന് പോകുന്നില്ല. എല്ലാ ക്യാരക്ടറും അവരുടേതായ ഇമ്പോർട്ടൻ്റ് സ്പേസും സിനിമയിൽ കൊടുത്തിട്ട് തന്നെയാണ് ഓരോ ക്യാരക്ടറും അവർ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. കട്ട റേറ്റിംഗ് കിട്ടിയ മൂവി ആയതുകൊണ്ട് ഫാമിലി ഓഡിയൻസിന് ഒരിക്കലും സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് ഒരിക്കലും മിസ്സാക്കരുത്. നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ തന്നെ പോയി കാണുക. ബൈ ഗൈസ്.